2025 വ്യാഴമാറ്റത്തിൽ ദോഷമുള്ള രാശിക്കാരുടെ കാര്യം പറഞ്ഞിരുന്നു. മേടം, കർക്കിടകം, വൃശ്ചികം, മകരം എന്നീ രാശികൾക്കാണ് ദോഷാവസ്ഥ പറഞ്ഞിരുന്നത്. ദൈവാധീനത്തിൻ്റെ ഒരു പോരായ്മയായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. അവിടെയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് ചിന്തിക്കുമ്പോൾ മേടം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്കും, കർക്കിടക രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും, വൃശ്ചിക രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും, മകരം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കുമൊക്കെയാണ് വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ, ചില നക്ഷത്രങ്ങൾ 2 രാശികളിലായി വിഭജിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജാതകം നോക്കിയിട്ട് ഏത് രാശിയിലാണ് നക്ഷത്രം എന്ന് കണക്കാക്കി വേണം ദോഷമാണോ ഗുണമാണോ എന്ന് കൂടി ചിന്തിക്കാൻ. ദോഷാവസ്ഥകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. കാരണം ദൈവാധീനത്തിനൊരു പോരായ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാട് ചെയ്യുന്നതുമൊക്കെ ഈ ദോഷാവസ്ഥകൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക.